സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിലുള്ള നക്ഷത്രമാണ് സൂര്യൻ. ചൂടുള്ള പ്ലാസ്മയുടെ ഒരു വലിയ ഗോളമാണിത്. അതിന്റെ കാമ്പിലെ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനങ്ങളാൽ ജ്വലനത്തിലേക്ക് ചൂടാക്കപ്പെടുന്നു. അതിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള ഊർജം പ്രധാനമായും ദൃശ്യപ്രകാശമായും ഇൻഫ്രാറെഡ് വികിരണമായും 10% അൾട്രാവയലറ്റ് ഊർജത്തിൽ പ്രസരിക്കുന്നു. ഭൂമിയിലെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സാണിത്. പല സംസ്കാരങ്ങളിലും സൂര്യൻ ആരാധനയുടെ ഒരു വലിയ വസ്തുവാണ്. പുരാതന കാലം മുതൽ ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന്റെ ഒരു കേന്ദ്ര വിഷയമാണിത്. 24,000 മുതൽ 28,000 വരെ പ്രകാശവർഷം അകലെയാണ് സൂര്യൻ ഗാലക്സി കേന്ദ്രത്തെ ചുറ്റുന്നത്. അതിന്റെ വ്യാസം ഏകദേശം 1,39,1400 കിലോമീറ്റർ, അതായത് ഭൂമിയുടെ 109 മടങ്ങ്. അതിന്റെ പിണ്ഡം ഭൂമിയുടെ ഏകദേശം 3,30,000 മടങ്ങാണ്. ഇത് സൗരയൂഥത്തിന്റെ മൊത്തം പിണ്ഡത്തിന്റെ 99.86% വരും. സൂര്യന്റെ പിണ്ഡത്തിന്റെ ഏകദേശം 3/4 ഭാഗവും ഹൈഡ്രജനാണ്, 73%. ബാക്കിയുള്ളവ കൂടുതലും ഹീലിയമാണ്, 25%. ഓക്സിജൻ, കാർബൺ, നിയോൺ, ഇരുമ്പ് എന്നിവയുൾപ്പെടെ വളരെ ചെറിയ അളവിലുള്ള ഭാരമേറിയ മൂലകങ്ങൾ. സൂര്യൻ ഒരു ജി ടൈപ്പ് മെയിൻ സ്വീക്കൻസ് നക്ഷത്രമാണ്. G2V അനൗപചാരികമായി മഞ്ഞക്കുള്ളൻ എന്ന് വിളിക്കപ്പെടുന്നു. എന്നിരുന്നാലും അതിന്റെ പ്രകാശം യഥാർത്ഥത്തിൽ വെളുത്തതാണ്. ഇനിയുള്ള ചോദ്യം, സൂര്യന്റെ മരണം ഉടൻ ഉണ്ടാകുമോ? ഇനി അവശേഷിക്കുന്നത് എത്ര നാൾ? പഠനം പറയുന്നത് ഇങ്ങനെ: സൂര്യൻ ഇപ്പോൾ കടന്നു പോകുന്നത് അതിന്റെ മധ്യവയസ്സിലൂടെ ആയിരിക്കാനാണ് സാധ്യത എന്ന പുതിയ പഠനം വെളിപ്പെടുത്തുന്നു. ഗയ ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ. സൂര്യനെ സംബന്ധിക്കുന്ന നിരവധി നിർണായക വിവരങ്ങൾ അടങ്ങിയ പഠന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ജൂണിലാണ് പ്രസിദ്ധീകരിച്ചത്. ഏകദേശം 4.57 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട സൂര്യൻ എപ്പോൾ ഇല്ലാതാകുമെന്ന് നിർണയിക്കാൻ സഹായിക്കുന്ന നിരവധി വിവരങ്ങൾ ESAയുടെ ഗയ ദൂരദർശനിയിൽ നിന്നും ലഭ്യമായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സൂര്യൻ ഇന്ധനം തീർന്ന് ഒടുവിൽ ഒരു ചുവപ്പ് ഭീമനായി മാറുമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായി സൂര്യന്റെ പരിണാമ പ്രക്രിയ കോടിക്കണക്കിന് വർഷങ്ങൾ തുടരുമെന്നാണ് കണക്കാക്കുന്നത്. സൂര്യന്റെ ഭൂതകാലം സംബന്ധിച്ചുള്ള വിവരങ്ങളും ഭാവി കാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളും പഠനത്തിലുണ്ട്. മാത്രമല്ല, ഓരോ ഘട്ടത്തിലും സൂര്യന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്നും ഇതിൽ വിശദീകരിക്കുന്നുമുണ്ട്. സൂര്യൻ എപ്പോഴായിരിക്കും തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക എന്നത് സംബന്ധിച്ച വിവരങ്ങളും പഠനം വെളിപ്പെടുത്തുന്നുണ്ട്. ESAയുടെ പഠന റിപ്പോർട്ട് 2022 ജൂൺ 13 പ്രസിദ്ധീകരിക്കുന്നത്. സൂര്യന്റെ പ്രായം ഇപ്പോൾ ഏകദേശം 4.57 ബില്യൺ വർഷത്തോളം വരുമെന്നാണ് പഠനം കണക്കാക്കുന്നത്. സൂര്യൻ ഇപ്പോൾ അതിന്റെ സുഖപ്രദമായ മധ്യവയസ്സിലൂടെ കടന്നു പോവുകയാണ്. പൊതുവെ സ്ഥിരത നിലനിർത്തുകയും ഹൈഡ്രജനെ ഹീലിയത്തിലേക്ക് സംയോജിപ്പിക്കുന്ന പ്രക്രിയ തുടരുകയും ചെയ്യുന്നുണ്ട്. സാഹചര്യങ്ങൾ നിലവിൽ ശാന്തമാണ്, പഠനം പറയുന്നു. എന്നാൽ ഈ സ്ഥിതി എന്നെന്നും നിലനിൽക്കില്ല. സൂര്യൻ ഒടുവിൽ ഇല്ലാതാകും. സൂര്യൻ ക്ഷയിച്ച് ഇല്ലാതാവുന്ന പ്രക്രിയയുടെ വിവരങ്ങളും ESAയുടെ ഗയ ബഹിരാകാശ നിലയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യന്റെ കാമ്പിലെ അഥവാ കോർ ഹൈഡ്രജൻ ഇന്ധനം തീർന്നു തുടങ്ങുമ്പോൾ സംയോജനമായ ഫ്യൂഷൻ പ്രക്രിയയിൽ മാറ്റം ആരംഭിക്കും. അതോടെ സൂര്യൻ ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രക്രിയയിൽ സൂര്യന്റെ ഉപരിതലത്തിലെ താപനില കുറയുകയും ചെയ്യും. നക്ഷത്രത്തിൽ അടങ്ങിയിരിക്കുന്ന പിണ്ഡം, അതിന്റെ രാസഘടന എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇത് സംഭവിക്കുന്നത്. ഫ്രാൻസിലെ വാന നിരീക്ഷണ നിലയമായ ഡീലാകോട്ട് ഡി അസൂറിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ഒർലാഗ് ക്രീവിയും ഗയയുടെ കോർഡിനേഷൻ യൂണിറ്റ് 8 സഹപ്രവർത്തകരും ചേർന്നാണ് പഠനം നടത്തിയത്. ബഹിരാകാശ പേടകത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും കൃത്യമായ നക്ഷത്ര നിരീക്ഷണങ്ങൾ പരിശോധിച്ചാണ് അവർ ഒരു നിഗമനത്തിലെത്തിയത്. സൂര്യൻ എപ്പോൾ മരിക്കും? അവസാന കാലത്തോടടുക്കുമ്പോൾ സൂര്യന്റെ വലിപ്പം കൂടാനും ഉപരിതലം തണുക്കാനും തുടങ്ങും. എന്നാൽ ഇത്തരത്തിൽ തണുപ്പും വലിപ്പവും കൂടാൻ തുടങ്ങുന്നതിന് മുമ്പായി സൂര്യൻ പരമാവധി താപനിലയിലേക്ക് എത്തുമെന്നാണ് പഠനത്തിലെ കണ്ടെത്തൽ. സൂര്യൻ ഏകദേശം 8 ബില്യൺ വർഷം പ്രായമുള്ളപ്പോൾ അത് സംഭവിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഏകദേശം 10 മുതൽ 11 ബില്യൺ വർഷം പ്രായമുള്ള ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമായി സൂര്യൻ മാറും. ഈ ഘട്ടത്തിന് ശേഷം സൂര്യൻ അതിന്റെ ജീവിത അവസാനത്തിലെത്തും. ഒടുവിൽ അത് മങ്ങിയ വെളുത്ത കുള്ളനായി മാറും, ഒർലാഗ് പറയുന്നു. പ്രപഞ്ചത്തിലെ മറ്റു നക്ഷത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൂര്യനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചുരുക്കമാണ്. സൂര്യനുമായി സാമ്യമുള്ള നക്ഷത്രങ്ങളെ തിരിച്ചറിയുന്നതിലൂടെ നിരീക്ഷണത്തിലെ ഈ അന്തരം നികത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.